ശ്വാസതാളത്തിൽ മുറിയുന്ന ഷോട്ടുകളോടെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജല്ലിക്കെട്ട് എന്ന വലിയ സിനിമയുടെ ഓപ്പണിംഗ്. സിനിമയുടെ വിഷ്വൽ ട്രീറ്റിനപ്പുറം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു യൂണിവേഴ്സൽ തിയറി ഈ സിനിമ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു വിലയിരുത്തൽ സിനിമ ആവശ്യപ്പെടുന്നുമുണ്ട്. മനുഷ്യനും മൃഗവും എന്ന താരതമ്യത്തിനപ്പുറം സാമൂഹ്യ ജീവിയായ മനുഷ്യൻ്റെ പരിണാമ ചരിത്രവും സിനിമ പങ്കുവെക്കുന്നുണ്ട്. ജല്ലിക്കെട്ടിൻ്റെ ആ രീതിയിലുള്ള വിശകലനമാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ലിജോയുടെ മറ്റു സിനിമകളെപ്പോലെ തന്നെ അതിഗംഭീരമായ വിഷ്വൽ ട്രീറ്റാണ് ജല്ലിക്കെട്ടും നൽകുന്നത്. എന്നാൽ അതുമാത്രമല്ല സിനിമ എന്ന് സിനിമയെ സീരിയസ് ആയി കാണുന്ന ഏതൊരാൾക്കും അറിയാം. അപ്പോൾ വിശകലനം ആവശ്യപ്പെടുന്നത് അതിനപ്പുറമുള്ള കാര്യങ്ങളാണ്. സിനിമയുടെ 1.5 മണിക്കൂർ നീളുന്ന ദൈർഘ്യത്തെ 3ആയി തിരിക്കാം. 1. സിനിമയിലെ പ്രധാന കഥാപാത്രമായ പോത്ത് വിരണ്ടോടുന്നതിന് മുമ്പുള്ള സിനിമയുടെ ഭാഗം. 2. പോത്ത് വിരണ്ടോടിയതിന് ശേഷമുള്ള ഭാഗം. മുറിപ്പെട്ട പോത്ത് പാടത്തെ ചേറിലേക്ക് ഇറങ്ങുന്നത് മുതൽ സിനിമ അവസാനിക്കുന്നതുവരെയുള്ള അവസാന ഭാഗം എന്നിങ്ങനെ. ഏതാനും മിനിറ്റുകൾ മാത്രമുള്ള ആദ്യ ഭാഗത്തെ ഷോട്ടുകളിലൂടെ സംസ്കാര ചിത്തരായ ഒരു സമൂഹത്തെയാണ് ലിജോ കാണിച്ചു തരുന്നത്. അവിടെ പള്ളിയിൽ പോകുന്നവരുണ്ട്, കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, വരി നിന്ന് അച്ചടക്കത്തോടെ ഇറച്ചി വാങ്ങുന്നവരുണ്ട്, കള്ളുഷാപ്പിലും വീടുകളിലും ഓർഡർ അനുസരിച്ച് ഇറച്ചി വിതരണം ചെയ്യുന്നുണ്ട്. വർത്തമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ വളരെ സാധാരണത്വമുള്ള ഒരു സമൂഹം, നിയമങ്ങൾ ലംഘിക്കാത്ത മൂല്യബോധത്തിലൂന്നിയ ഒരു കാലത്തേക്ക് പരിണമിച്ച സമൂഹം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സാമൂഹിക ചിന്തകൻ അഗസ്റ്റ് കോംറ്റയുടെ പോസിറ്റീവ് സൊസൈറ്റി എന്ന് പറയാം. രണ്ടാമത്തെ ഭാഗം പോത്ത് വിരണ്ടോടിയതിന് ശേഷമുള്ള സീനുകൾ. സോഷ്യൽ സൈക്കിൾ തിയറിയുടെ വെളിച്ചത്തിൽ പറഞ്ഞാൽ അധികാരം അഥവാ പവർ കൈയാളുന്ന ഒരു കൂട്ടം ആളുകൾ. ആ ആളുകളെ പൂർണ്ണത എത്താത്ത സമൂഹം എന്ന് പറയാം. ഇവിടെ അവരെ ഭരിക്കുന്നതോ ഒതുക്കുന്നതോ ആയ സാമൂഹിക സ്ഥാപനങ്ങളോ ചിഹ്നങ്ങളോ ഇല്ല. പോലീസ് ജീപ്പ് അഗ്നിക്കിരയാക്കുന്നതോടെ സിനിമ ഇത് വ്യക്തമാക്കുന്നുണ്ട്. യൂണിഫോം മാറ്റി ലുങ്കി എടുക്കുന്നതോടെ SIയും ആ കൂട്ടത്തിൽ ഒരാളായി മാറുന്നു. പോത്തിനെ കൊടുക്കാൻ ആവശ്യമായ കമ്പിവേലി, റബ്ബർ ഷീറ്റ്, ഇന്ധനം ഇതെല്ലാം ഈ ആൾക്കൂട്ടം കൈക്കലാക്കുന്നത് അനുവാദമില്ലാതെ അധികാരബലത്തിലാണ്. സാമൂഹിക പരിണാമത്തിൻ്റെ ആദ്യകാലങ്ങളിൽ മൃഗസമാനമായി ഒരു കൂട്ടം മാത്രമായി ജീവിച്ച മനുഷ്യൻ്റെ ചരിത്രത്തെ കുറിക്കുന്നതാണ് സിനിമയുടെ ഈ ഭാഗം. 2 കാലിൽ ഓടുന്നുണ്ടെങ്കിലും അവന്മാർ മൃഗം എന്ന് ഒരു കഥാപാത്രം പറയുന്നത് ഇവിടെയാണ്. കുന്തം അഥവാ കൂർത്ത കമ്പും മറ്റും കൊണ്ട് മുറിപ്പെട്ട പോത്ത് പാടത്തെ ചേറിയിലേക്ക് ഇറങ്ങുന്നത് മുതൽ സിനിമ അവസാനിക്കുന്നതുവരെയുള്ള അവസാനത്തെ ഭാഗം. ഇവിടെ എത്തുമ്പോഴേക്കും മനുഷ്യ ചരിത്രം പൂർണ്ണമായി ശിലായുഗത്തിലേക്ക് എത്തുന്നു. ഇവിടെ കൂട്ടമില്ല, ഞാനും ഞാനല്ലാത്തവരും എന്ന ഈഗോ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മെറ്റഫോറിക്കലായ ദൃശ്യങ്ങളിലൂടെയാണ് സംവിധായകൻ ഈ ചരിത്രം പറയുന്നത്. ഞാൻ അല്ലാത്ത ഏതൊരാളും ശത്രുവോ തനിക്ക് അവകാശപ്പെട്ടതെന്ന് അവൻ വിശ്വസിക്കുന്ന ഒന്ന് തട്ടിയെടുക്കാൻ വന്നവനോ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ എന്ന ഈഗോ സ്വയമേ അക്രമോത്സുകമാണ്. വയലൻസിൻ്റെ മാരകമായ മെറ്റഫോറിക്കൽ വിഷ്വൽസിലൂടെയാണ് ലിജോ ഞാൻ എന്ന ഈഗോയ്ക്ക് അടിവരയിടുന്നത്. അതുവരെ റിയലിസ്റ്റിക് വിഷ്വൽസിലൂടെ സഞ്ചരിച്ച സിനിമ അവിടെ മുതൽ മാജിക്കൽ റിയലിസത്തിലോട്ട് വഴിമാറുന്നുണ്ട്. സിനിമയിൽ അതുവരെ കൂട്ടം കൂട്ടമായി സഞ്ചരിച്ചവർ അവിടെ മുതൽ തനിച്ചാണ് സഞ്ചരിക്കുന്നത്. ഈ ഭാഗത്ത് ഭാഷ അപ്രത്യക്ഷമാകുന്നു. അലർച്ചയും മുരൾച്ചയും മാത്രമായി ഭാഷ പിറകോട്ട് സഞ്ചരിക്കുന്നു. മനുഷ്യൻ ശിലായുഗത്തിലേക്ക് തിരികെ പോവുകയാണ്. നാഗരികരായ ഒരു സമൂഹത്തിൽ നിന്ന് പിറകിലേക്ക് കഥ പറയുന്ന രീതിയിലാണ് സിനിമയുടെ ആഖ്യാനം. അതുകൊണ്ട് തന്നെ തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ ഗോത്ര മനുഷ്യനിൽ നിന്ന് നമ്മൾ ശരിക്കും പുരോഗതി പ്രാപിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യവും ബാക്കിയാകും. ഗോത്ര ശബ്ദങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്ത പശ്ചാത്തല സംഗീതം സിനിമയ്ക്ക് മറ്റൊരു വൈകാരിക തലം നൽകുന്നുണ്ട്. മലയാളത്തിലെ ലോക സിനിമകളിലൊന്ന് തന്നെയാണ് ജല്ലിക്കെട്ട്. जी 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 जी